ബിർളേൻ്റെ അതായത് ആദിത്യ ബിർള ഗ്രൂപ്പ് ഉണ്ടാക്കിയ ഗണപതി വിഗ്രഹം കാണാൻ പോയല്ലോ. ഇതുള്ളത് സോമാട്ടിനേക്കാണ്. അതായത് നമ്മുടെ ദേവ് റോഡിൽ നിന്ന് വരുമ്പോൾ തലേകാവ് ടോളും കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ നമ്മൾ ഈ വലിയ ഗണപതിൻ്റെ വിഗ്രഹം കാണാൻ പറ്റും. ഇത് എത്ര കോടീൻ്റെ പ്രൊജക്റ്റാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ആദിത്യ ബിർള ഗ്രൂപ്പ് ഉണ്ടാക്കിയതാണ്. ഇങ്ങനെ കയറി 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 കുറച്ച് സ്റ്റെപ്പ് ഉണ്ട്. മഴക്കാലമാണെങ്കിൽ നല്ല രസമാണ്, നല്ല കോടമഞ്ഞും കാര്യങ്ങളിലും ഉണ്ടാവും. അല്ലാതെ ഇപ്പോൾ അവിടെ പുറത്ത് പാർക്കിങ്ങിൽ ബൈക്കും കാറും പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അവർക്ക് പൈസ കൊടുത്തിട്ട് കയറുക. 10 രൂപ മാത്രമാണ് ബൈക്കിന് ചാർജ്. കാറിന് എത്രയാണെന്നുള്ള എനിക്കറിയില്ല. ഇതാണ് നമ്മളെ ഗണപതി. നല്ല പ്രൗഢിയിലിരിക്കുന്നുണ്ടോ. ഇത് കയറി മുകളിൽ എത്തിക്കഴിഞ്ഞാലുണ്ടല്ലോ എത്ര ഭംഗിയായിട്ട് ഈ ശില്പി ഇത് ചെയ്തതെന്നറിയോ. ഇത് എന്തിനെ കൊണ്ടുണ്ടാക്കിയ ഗണപതിൻ്റെ വിഗ്രഹമെന്ന് എനിക്കറിയില്ല, എന്നാലും ഭയങ്കരം ഒരു ഓറ തെച്ചുണ്ട്. അതിൻ്റെ മുന്നിലുള്ള ഇരിക്കാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളിലാണ് കേട്ടോ. വൈകുന്നേരമെല്ലാം വന്ന സൂര്യനും ഗണപതിയും നല്ല അടിപൊളി കോമ്പിനേഷൻ കണ്ടോ. ആ ഗണപതിൻ്റെ ആ ഫിനിഷിങ് നല്ല ഭംഗിയിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം ജസ്റ്റ് പുറമേ നിന്ന് കണ്ണോടിച്ച് പോകുന്ന ആൾക്കാരൊക്കെ അതൊക്കെ നിർത്തി കറക്റ്റ് ഇവിടെ ഒന്ന് കയറി ഒരു കാമണിക്കൂറത്തെ ഇതേ ഉള്ളൂ. നല്ല അടിപൊളി ഗണപതി വിഗ്രഹം കാണാം. ഗണപതിൻ്റെ മുമ്പിൽ ചെറിയൊരു ഗണപതിൻ്റെ വിഗ്രഹം വെച്ച് അവിടെ വിളക്കെല്ലാം കത്തിക്കുന്നുണ്ട്. ഇത് ഞാൻ അന്ന് കയറിയ മലയാട്ടോ. അത് ഇതിൻ്റെ സൈഡിൽ നിന്ന് കാണാൻ പറ്റും. ഗണപതിയും ഗണപതിൻ്റെ വാഹനമായ എലിയും കയ്യിൽ മോദകവും. നല്ല ഐശ്വര്യമുള്ള ഗണപതിയും നല്ല ഫീലുള്ള സ്ഥലവും കിട്ടണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങോട്ടേക്ക് വന്നോളൂ.